1 2 3 സ്പീഡിലും തകർത്ത് വർക്ക് ചെയ്യാണ്. കേടായി കിടക്കുന്ന കമ്പ്യൂട്ടർ UPS ഉപയോഗിച്ച് നമുക്കൊരു ഇൻവെർട്ടർ ഉണ്ടാക്കിയാലോ? ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഒരു ബാറ്ററി വേണം. കാറിൻ്റെ ആണെങ്കിലും ബൈക്കിൻ്റെ ആണെങ്കിലും ഏത് നമ്മുടെ വീട്ടിലുള്ള ഒരു വാഹനത്തിൻ്റെ ബാറ്ററി എടുത്താൽ മതി. അപ്പോൾ ഈ നമ്മുടെ കമ്പ്യൂട്ടർ UPSൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബാറ്ററി ഉണ്ട്, കമ്പ്യൂട്ടർ UPS ഉണ്ട്. ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ UPS ആണ്, APCയുടെ 600V ആണ് ഇതിൻ്റെ റേറ്റിംഗ്. 300 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബാറ്ററി അഴിച്ചു മാറ്റി അതിൻ്റെ കണക്ഷൻ ഇത്രയും വലിയ കാറിൻ്റെ ബാറ്ററിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം ബാക്കപ്പ് കിട്ടുന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപയോഗിച്ച് നമുക്ക് ഏതൊക്കെ ഉപകരണങ്ങൾ വീട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നോക്കാം. ഈ പ്രാവശ്യം എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും കറണ്ടൊക്കെ വളരെ അപൂർവമായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഇൻവെർട്ടർ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്ലാനാണ് ഇത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു കണക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇതിനകത്തുള്ള ബാറ്ററി എടുത്ത് മാറ്റി, ഇതിനകത്തുള്ള ബാറ്ററി വീക്കാണ് ഓൾറെഡി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പഴയ ഒരു UPS ഇതുപോലത്തെ കാണും ഓൾറെഡി. എന്തായാലും ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു പഴയൊരു UPS വീട്ടിലുണ്ടാവും. അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും സംഘടിപ്പിച്ച് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യും, എത്ര നേരം വർക്ക് ചെയ്യും, എത്ര ബാക്കപ്പ് കിട്ടും എന്നൊക്കെ നോക്കാം. പക്ഷേ മൊത്തം നേരം നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എത്ര നേരം ബാക്കപ്പ് കിട്ടുന്നു. ഓക്കെ, നമ്മൾ ഈ UPS അഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ 230ക്ക് പോകുന്ന, അതായത് 230 ഔട്ട് പോകുന്നത് അഴിച്ചു മാറ്റി ബോർഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ബാറ്ററി എടുക്കണം, ബാറ്ററിയുടെ കണക്ഷൻ എടുക്കുക. ഈ ബാറ്ററി ലീക്കായിട്ടുണ്ട്, അപ്പം നമുക്കിത് ഈ ബാറ്ററിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ബാറ്ററിയുടെ നെഗറ്റീവ്, ഇത് ബാറ്ററിയുടെ പോസിറ്റീവ്. ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്യുക, 2 സ്ട്രിപ്പ് ചെയ്യുക. ഇതുപോലൊരു വയർ എടുക്കുക, അത്യാവശ്യം ഗേജ് കൂടിയ വയർ തന്നെ എടുത്തോളൂ. എൻ്റെ കയ്യിൽ ഈ ഒരു വയർ മാത്രമേ ഉള്ളൂ, ബ്ലാക്ക് വയർ ഇല്ല. അപ്പോൾ നമ്മൾ ഈ വയറിനെ ഇൻസുലേഷൻ്റെ ബ്ലാക്ക് ഇൻസുലേഷൻ അടിച്ച് നെഗറ്റീവ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ പോസിറ്റീവിന് ഇത് റെഡ് തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഒരെണ്ണം ബ്ലാക്കിൽ കൊടുക്കുക. ഇനി ഈ ബ്ലാക്ക് വയർ നമുക്ക് നെഗറ്റീവ് ഏതാ തിരിച്ചറിയാനായിട്ട് ഇതിപ്പോൾ സെയിം കളർ എടുത്ത കാരണം ഇതിൻ്റെ അറ്റത്തൊരു ബ്ലാക്ക് ടേപ്പിൻ്റെ കഷ്ണം ചുറ്റി കൊടുക്കുക, തിരിച്ചറിയാനായിട്ട് നെഗറ്റീവ് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളെടുത്ത ഈ ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ അഴിച്ചു മാറ്റിയ 230 ഔട്ട് പോകുന്ന ആ ഒരു പാനലിൻ്റെ ഏതെങ്കിലും ഒരു ഹോളിൽ കൂടെ പുറത്തോട്ട് ഇടുക. അപ്പോൾ ഇതിനകത്ത് 3 പ്ലഗ് ഉണ്ട്, കണ്ടോ, 3 സോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും 2 സോക്കറ്റിൽ നമുക്ക് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഐറ്റം കുത്തിയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അതിൽ ഒരു സോക്കറ്റിൻ്റെ ഹോളിൽ കൂടെ നമുക്ക് ഈ വയർസ് എടുക്കാം. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു ഹോൾ ഇട്ടാലും മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തുറന്ന പോലെ തന്നെ വീണ്ടും ക്ലോസ് ചെയ്യുക എൻ്റെ ബോഡി, UPSൻ്റെ ബോഡി. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയിലേക്ക് വരുന്ന കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ പോവാണ്. ക്ലിപ്പൊന്നുമില്ല ക്ലാമ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വയർ സ്ട്രിപ്പ് ചെയ്തിട്ട് അത് ചുറ്റി കൊടുത്താൽ മതി തൽക്കാലം. നന്നായിട്ട് നമ്മൾ UPS ഓൺ ചെയ്യാൻ പോണ്. ഓക്കെ, ഓണായി. നമുക്കിനി ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. 35 വാട്ട്സിൻ്റെ CFL ആണ് നമ്മൾ കത്തിച്ച് നോക്കാൻ പോകുന്നത് ഫസ്റ്റ്. ഇപ്പോൾ ഒരു ഹോൾഡറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബൾബ് കുത്തി നോക്കാൻ പോണിപ്പോൾ ഇതേ സൂപ്പറായിട്ട് കത്തുണ്ട്. 35 വാട്ട്സിൻ്റെ ലൈറ്റാണ്, നല്ല കിടുക്കനായിട്ട്. നമുക്കിനി ഒരു മിക്സി വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. ഇത് കുറച്ചുകൂടെ നമുക്ക് വാട്ടേജ് കൂടിയ ഐറ്റം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. 750 വാട്ട്സിൻ്റെ ഒരു മിക്സിയാണ്, VDMൻ്റെ മിക്സിയാണ്, നല്ല സൂപ്പർ ബ്രാൻഡാണ്. നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ പോകണം. 1 2 3 സ്പീഡിലും തകർത്ത് വർക്ക് ചെയ്യാണ്.
അപ്പോൾ ഇത് മാക്സിമം നേരം നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ബാക്കപ്പ് എത്ര കിട്ടുന്നുണ്ട് എൻ്റെ കയ്യിൽ കമൻറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് അത് നോക്കി നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ഐഡിയ മാത്രമാണ് കാണിച്ചു തരുന്നത്. മാക്സിമം നിങ്ങൾ എത്ര ഉപകരണങ്ങൾ കണക്ട് ചെയ്യുക, മാക്സിമം ഉപകരണങ്ങൾ കണക്ട് ചെയ്യുക, എത്ര ബാക്കപ്പ് കിട്ടുന്നുണ്ട് നോക്കുക. ഇതുപോലെ മോട്ടറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുക. സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യണം, മോട്ടറും പമ്പൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക. എല്ലാ ഉപകരണങ്ങളും നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിക്കോളൂ. എത്ര ബാക്കപ്പ് മാത്രം കിട്ടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാവരും കമൻറ്റ് ബോക്സിൽ വരണം, കമൻറ്റ് ചെയ്ത് നോക്കണം. ഒരുപാട് കാറ്റും മഴയൊക്കെ വന്ന് എല്ലാ വീടുകളിലും കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് നടത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പഠിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു നോക്കുകുത്തിയായിട്ടൊരു UPS കാണും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കാണും ഉപയോഗിക്കാതിരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ട് ആ UPS നന്നാക്കാതിരിക്കുന്നുണ്ടാവും, ബാറ്ററി ലീക്കായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു UPS ഉപയോഗിച്ച് നമുക്ക് ചെറിയൊരു ഹോം ഇൻവെർട്ടർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. എല്ലാവരും അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കുക. സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇത്രയും വലിയൊരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് എത്ര നേരം ബാക്കപ്പ് കിട്ടണ്ടേ, അല്ലെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ നമുക്ക് വർക്കിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ചെയ്യണം, വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.